ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വ്ളോഗ് നമ്മളുടെ വിയറ്റ്നാം ട്രിപ്പിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. വീട്ടിൽ നിന്നിറങ്ങി വിയറ്റ്നാമിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത് മുതലുള്ള വീഡിയോ നമ്മൾ ഫസ്റ്റ് ചാനലിൽ ആദ്യത്തെ വ്ളോഗായിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ തുടർഭാഗമാണ് കേട്ടോ. വിയറ്റ്നാം എന്ന രാജ്യം 1-2 ആഴ്ച കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത് കേട്ടോ. അത് ദനാങ്ങിലേക്കാണ് നമ്മൾ കൊച്ചി ടു തായ്ലാൻഡിൽ ആദ്യം പോയി. തായ്ലാൻഡിൽ നിന്ന് നമ്മൾ നേരെ വിയറ്റ്നാമിലെ ദനാങ് എയർപോർട്ടിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് സെൻട്രൽ വിയറ്റ്നാമാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആദം ഹോളിഡേയ്സിൻ്റെ പാക്കേജിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ട്രിപ്പിൽ വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നമ്മൾ ഈ ഒരു വ്ളോഗിലും കഴിഞ്ഞ വ്ളോഗിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വ്ളോഗ് കാണാത്തവരാണെങ്കിൽ കാണാം. ഇത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അങ്ങനെ തായ്ലാൻഡിൽ നിന്ന് നമ്മൾ നേരെ വിയറ്റ്നാമിലേക്ക് എത്തിക്കഴിഞ്ഞ് ഫ്ലൈറ്റ് ഇറങ്ങിയ പാടന്നെ ഇവിടെ വിയറ്റ്നാമിലെ എയർപോർട്ടിൽ നല്ല ദനാങ് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഈ കണ്ട ക്യൂ മൊത്തം ഇവിടെ എമിഗ്രേഷന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇ വിസ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൺ വിസയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലും ഡബിൾ ആയിട്ടുള്ള ക്യൂ അപ്പുറമുണ്ട്, അതിൽ നിൽക്കേണ്ടി വന്നിരുന്നു കേട്ടോ. നിന്ന് കാലടഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നു. പക്ഷേ എന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി വന്ന് എണീപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടാ. അങ്ങനെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വിയറ്റ്നാമിലെത്തിയേക്ക് ആദ്യം ചെയ്ത പരിപാടി സിം എടുക്കലാണ് കേട്ടോ. നമുക്ക് സിം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ റോമിങ്ങിൻ്റെ റീചാർജ് ചെയ്യുക എന്തെങ്കിലും ചെയ്യട്ടെ. റോമിങ്ങിന് ഞങ്ങൾ 2 മൊബൈലിൽ ഒന്ന് സിം എടുക്കും ചെയ്ത്, ഒന്ന് റോമിങ് റീചാർജും ചെയ്തിട്ടാ. പക്ഷേ എനിക്ക് സിം എടുക്കുക ഒന്നും കൂടി ലാഭം എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ റീചാർജ് ആകുമ്പോൾ പെട്ടെന്ന് തീരും നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ. സിം ആകുമ്പോൾ അത് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ സിമ്മും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങളെ ഗൈഡ് ഇവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ചൂടാ. രക്ഷയില്ലാന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മള് മറ്റേ ഫ്ലൈറ്റിൽ നിന്നൊക്കെ AC ഇരുന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂട്. ഓൾറെഡി കുറച്ച് ചൂടുണ്ടെന്ന് ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഇറങ്ങിയിരുന്നു. എന്നാലും ചൂടുണ്ട്. ഗൈഡിനൊപ്പം യാത്ര ആരംഭിച്ചു. ഞാൻ മുതൽ സന്തോഷ് ജോർജ് കുളങ്ങര. അതുകൊണ്ട് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ നിന്ന് 9:30 ഫ്ലൈറ്റ് കയറിയിട്ട് വിയറ്റ്നാമിലെ ദനാങ്ങിൽ എത്തിയപ്പോൾ സമയം 11:30 മണിയായിരുന്നു കേട്ടോ. നമ്മളെ ഈ ഒരു യാത്രയിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഞാൻ ഈ ഒരു വ്ളോഗിൽ നമ്മുടെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ഈ ഒരു പാക്കേജിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ്ങിലുള്ള ഒരു ക്രൂയിസ് യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള എന്തോ ഒരു ഇഷ്യൂ കാരണം ആ ഒരു യാത്ര ഞങ്ങൾക്ക് തടസ്സപ്പെട്ടു. പകരം നമുക്ക് അവർ സിറ്റി ടൂറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കട്ടൻ ചായ മുട്ടി കുടിക്കുകയാണ്. കട്ടൻ ചായ മുട്ടി കുടിക്കുകയാണ്. സംഭവം എന്തായിരിക്കും? എന്തായിരിക്കും സംഭവം? വറുത്ത അണ്ടിപ്പരിപ്പിന്റെ ടേസ്റ്റ് ആണ് ഇതിന്. കശുവണ്ടി വാറ്റി തന്നെയാണ്. അണ്ടിപ്പരിപ്പ് വാറ്റി തെറ്റാണ്. മറ്റേ എന്താ പറയാ, റോസ്റ്റഡ് അണ്ടിപ്പരിപ്പിന്റെ സ്മെല്ലും ടേസ്റ്റും. അങ്ങനെ ഹോട്ടലിൽ നിന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയാണ്. കാരണം നമുക്കിന്ന് ക്രൂസ് ട്രിപ്പ് മുടങ്ങിയതുകൊണ്ട് തന്നെ അവരിന്ന് സിറ്റി ടൂറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ലഞ്ച് ഇൻക്ലൂഡ് ആണെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിന് മുന്നൊന്ന് ചെറുതായിട്ടൊന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങി കഴിക്കുക. കാരണം 3 മണിക്കാണ് നമ്മളെ ഇനി സിറ്റി ടൂറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അടുത്ത വണ്ടി വരിക കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഹോട്ടലിൽ ലഗേജൊക്കെ വെച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു പെട്ടിക്കട പോലെ ഫ്രൂട്ട് വിൽക്കുന്ന ഒരു പെട്ടിക്കട കണ്ടു കേട്ടോ. അവിടെ വലിയ മാംഗോയും ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെയുള്ള അല്ലറ ചില്ലറ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി കഴിക്കാനായിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വിയറ്റ്നാമിൽ വന്ന് പെട്ടിക്കടയിൽ നിന്നും ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്ന ഞാൻ ഇതുണ്ടല്ലോ. വാവുമായിട്ട് മാംഗോ കഴിഞ്ഞാൽ എടുക്കല്ലേ കഴിച്ചോക്കെ. അതിലുണ്ടാവും കഴിച്ചൊക്കെ എടുത്തിട്ട് കഴിച്ചോക്കോ. മാംഗോ കൊള്ളാം.
ഒരു മാംഗോനെ അത്യാവശ്യം കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി പറഞ്ഞു. പക്ഷേ ഡ്രാഗൺ എന്തോ വെയിൽ കൊണ്ടൊരു വാടി ചോയ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു ഡ്രാഗൻ്റെയും പിന്നെ ഇതിൻ്റെയും വില കേൾക്കണങ്ങൾക്ക് 1,00,000 രൂപയാണ് കേട്ടോ. ഇവിടുത്തെ 1,00,000 രൂപ. എന്നാലും ഏകദേശം നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഇച്ചിരി കൂടുതലാണ് ഫ്രൂട്ട്സിനൊക്കെയെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതാ ഒന്ന് ഫ്രഷായി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം 3 മണിക്ക് നമുക്ക് നമ്മളെ സിറ്റി ടൂറിന് കൊണ്ടുപോകാനുള്ള ഗൈഡും വണ്ടിയും വരും കേട്ടോ. ഇവിടെ വന്ന് റൂമിൽ നോക്കിയപ്പോൾ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെ ഇവിടെ സ്നാക്സും അതുപോലെ ഇവരുടെ ഇതിൽ പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസും ബീറും അങ്ങനെ പല വേണ്ടവർക്ക് വേണ്ടതൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ബില്ലും കൂടി അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്ത് കഴിക്കുന്നതിന് നമ്മൾക്ക് അഡീഷണൽ ബില്ല് വരും. നല്ല അടിപൊളിയായിട്ടുള്ള ബെഡും കാര്യങ്ങളും പിന്നെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് കടലിനോട് നമ്മളെ ബാക്ക് സൈഡിൽ വരുന്നത് കടലാണ് കേട്ടോ. കുറച്ച് നടക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. കുറച്ചങ്ങ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ബീച്ച് കാണാം. നമുക്ക് അത് നമ്മളെ ഇതിൽ തന്നെ പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഷ്യൻ സൈഡിലാണ് നമുക്ക് ഇത് വരുന്നത് എന്നുള്ളൊരു നമ്മളെ ഹോട്ടലിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ബീച്ചിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഹോട്ടലിൽ കയറിയേക്ക് ഞങ്ങൾ ആദ്യം നോക്കിയത് ഇവിടുത്തെ ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടോയെന്നാണ് കേട്ടോ. കാരണം നമുക്ക് തായ്ലാൻഡിലെ എയർപോർട്ടിൽ നിന്ന് വെള്ളമില്ലാത്ത ടോയ്ലറ്റ് കണ്ടതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. റബ്ബേ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവൂലേ എന്നുള്ളത്. പിന്നെ കുളിക്കാൻ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. ടോയ്ലറ്റിലേക്ക് ഇല്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളം എടുത്തിട്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്നുള്ളൊരു മൈൻഡ് കൊടുക്കാൻ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ എനിക്ക് ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ എത്തിയപ്പോൾ ബാത്റൂമിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഇനി ഒന്ന് പുറത്തിറങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ. കുളിച്ച് ഫ്രഷായി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു ഗായ്സ്. ഞങ്ങൾ കണ്ണടൊക്കെ വെച്ചിട്ടാണ് ഇനി പോകുന്നത്. കാരണം കണ്ണ് പൊട്ടുന്ന ചൂടാണ്. കൊണ്ട് ഞങ്ങൾ കണ്ണട വെച്ചിട്ട് പോകുന്നത്. കണ്ണ് കാണാൻ ചേട്ടാ ആദ്യമായിട്ട് കണ്ണടൊക്കെ കാണാം. അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യമായിട്ട് ടീഷർട്ട് ഇട്ട് വരുത്ത ആദ്യമായിട്ട് കണ്ണട വെച്ച് വരുത്തി എവിടെ പോയാലും ചുരിദാറിന് വരുത്തി അടിപൊളി ഫാമിലിയാണ്. എത്രയാണെന്ന് വെച്ചാൽ ചാർജറിന് 3 ലക്ഷം രൂപയുടെ ചാർജറിലാണ് ഞങ്ങൾ മൊബൈലിൽ ചാർജ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മൊബൈൽ ഉണ്ട് വേറെ ഇത്. പിന്നെ ഇവിടെ വിയറ്റ്നാമിൽ ഹോട്ടലിൽ വരുന്നവർ ചാർജറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണ്ട്. കാരണം 3 പിന്നുള്ള ടൈപ്പിലുള്ള ചാർജർ ഇവിടെ ഹോട്ടൽ റൂമിൽസിലൊന്നും അധികം ഇല്ല കേട്ടോ. നമുക്ക് 2 പിന്നിൻ്റെ ഇവിടെ നമ്മൾ വാങ്ങിച്ച് 3 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ 3 ലക്ഷം രൂപയാണ് ഒരു ചാർജറിന് വേണ്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പുതിയ ഗൈഡും പിന്നെ അതുപോലെ വണ്ടിയും വന്നു ഞങ്ങളെ സിറ്റി ടൂറിന് കൊണ്ടുവരിക. ഞങ്ങളെ പുതിയ ഗൈഡിൻ്റെ പേരെന്താണെന്ന് പറയുക ജോൺ. അങ്ങനെ ഇതാ ഞങ്ങൾ സിറ്റി ടൂറിന് വന്നിക്കാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് അവർ കൊണ്ടുവന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധ ടെമ്പിളാണ് കേട്ടോ. അവിടെ കുറേ എന്താ പറയുക ബുദ്ധന്മാരും അതുപോലെ എന്താ പറയുക ലേഡി ബുദ്ധൻ്റെയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ടെമ്പിളിനെ കുറിച്ചിട്ടും ഇവരുടെ ആചാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ടെമ്പിളും കാണാൻ നല്ല മൊഞ്ചുള്ള ഗൈഡും അടിപൊളി സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വിശന്നിട്ട് വയറ് തള്ളക്ക് വിളിക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം രണ്ടാമത് ഞങ്ങൾക്ക് പറ്റിയൊരു അമളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് അവർ ലഞ്ചാണ് സിറ്റി ടൂറിൽ ലഞ്ചും കൂടി ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിച്ചില്ല. നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്കത് കഴിച്ചില്ല അവർ ലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ കാരണം. പക്ഷേ ഗൈഡ് വന്നപ്പോൾ പറഞ്ഞു അവരോട് പറഞ്ഞിരിക്കുന്നത് ഡിന്നറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 മണിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നമ്മളെ സിറ്റി ടൂറിൻ്റെ ടൈം പോവും. അവർക്ക് ഒരു ടൈം അവർ പറഞ്ഞിട്ട് കണക്കുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളെ സിറ്റി ടൂറും ഇവിടെ ഈ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ കൊടുന്ന് കാണിച്ചു തരലാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ്. അങ്ങനെ വിശപ്പ് സഹിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതിട്ടാ. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടു കൂടി വന്നിട്ട് നമുക്ക് ആഗ്രഹിച്ചിട്ട് വരുന്ന സമയമില്ല. അപ്പോൾ പിന്നെ വിശപ്പ് അവിടെ നിൽക്കട്ടെ എന്നുള്ള ലെവലിൽ ഞങ്ങളിതൊക്കെ കാണാനായിട്ട് ഇറങ്ങി. പക്ഷേ എന്നാലും നല്ല ചൂടും നല്ല വിശപ്പും. അതുതന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് എല്ലാവരും ടയേർഡായിട്ടാണ്. ടയേർഡാകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത എന്തോ ഒരു ഇത് ഒറ്റ അലമ്പായോ എന്നുള്ള നമ്മൾ ട്രിപ്പ് അലമ്പായോ എന്നുള്ളൊരു മൂഡ് വന്നിട്ട് ആദ്യത്തെ ദിവസം ഫുക്കോക്കിന്ന് രാവിലെ ഒരു ബർഗറും ഒരു കോഫിയും കുടിച്ചതാണ് കേട്ടോ. രാവിലെ പറഞ്ഞാൽ 5 മണി 5:30 ടൈമിലൊറ്റ കഴിച്ചതാണ്. പിന്നെ ഒന്നും വരെ കഴിച്ചില്ല കേട്ടോ. ഹോട്ടലിൽ എത്തിയതിൻ്റെ ശേഷം ചെറിയ ഒരു വെൽക്കം ഡ്രിങ്കും പിന്നെ ആ ഫ്രൂട്ടും മാത്രം കഴിച്ചതാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ പൊതുവേ നമുക്ക് നല്ല വിശപ്പുണ്ടാകുമല്ലോ. പിന്നെ വല്ലവിനെ പുല്ലും മൈദം എന്ന് പറഞ്ഞ പോലെ ഞാൻ സാക്കും അവിടെ നിന്ന് ഒരു ചോക്കോബാർ വാങ്ങി കഴിച്ചിട്ട് തെറ്റ് പറയത്തില്ല. നല്ല അടിപൊളി ചോക്കോബാർ കേട്ടോ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റിനേക്കായും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ അടിപൊളി ചോക്കോബാർ ആയിരുന്നു. പക്ഷേ ഈ 2 ചങ്ങായിമാർ അത് കഴിച്ചഞ്ഞ് ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ട് അവർ വിശപ്പ് പിടിച്ച് നിൽക്കുന്നത്. അതിൻ്റെ അളൂസിനൊക്കെ വിശപ്പിൻ്റെ അസുഖമുള്ള മനുഷ്യനാണ്. പക്ഷേ
പക്ഷേ എന്ത് ചെയ്യാം, ഫസ്റ്റിലെ ദിവസം തന്നെ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്നുള്ള നല്ല വിഷമത്തിൽ അപ്പോൾ അവൻ കടിച്ചമർത്തി നിൽക്കാൻ കേട്ടോ. പിന്നെ വന്നവർക്ക് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളും കുറേ ആചാരങ്ങളും കഥകളും ഒക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. ഈ ഒരു ടെമ്പിളിൻ്റെയും അതുപോലെ ഇവിടുത്തെ പല ഫേസിലുള്ള ബുദ്ധ എന്താ പറയുക ശില്പികളും അതിനെക്കുറിച്ചുള്ള കുറേ കഥകളും ഒക്കെ ഉണ്ട്. കാരണം ഇതിന് ചുറ്റും വരുന്ന ഈ ഒരു കടൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ഹൈറ്റിൽ ഒരു ലേഡി ബുദ്ധൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു പ്രതിമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവരുടെ കടലിനെ മീൻ പിടിക്കാൻ പോകുന്നവരും ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കാനാണ് എന്നാണ് ഇവരുടെ, അതായത് ഈ ഒരു ബുദ്ധൻ്റെ ഫുൾ നോട്ടം, ലേഡി ബുദ്ധയുടെ ഫുള്ള് നോട്ടം ഇത് ചുറ്റുഭാഗത്തുള്ള എല്ലാത്തിനും കിട്ടണം എന്നുള്ള കുറേ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കണ്ടിട്ട് ചുറ്റുഭാഗത്ത് കാണലും കഥകൾ കേൾക്കലും ഒക്കെ ചെയ്ത്, പിന്നെ എന്തൊക്കെ കഥകൾ കേൾക്കാനും കാണാനും ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ ഞാൻ കിച്ചനോട് പറയുന്നത് ഇന്നത്തെ ദിവസം മാറി കണി കണ്ടിറങ്ങിയതാണാവോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല കളറായേനെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു നേരം കുറച്ച് ബുദ്ധിമുട്ടിയാലും പിന്നീട് അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാലും വിശന്നിട്ട് നമ്മളെ മുഖമൊക്കെ വല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ കടിച്ചമർത്തിയിട്ടുള്ള വീഡിയോ ഷൂട്ടാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് ചെറിയൊരു ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇവരുടെ ആചാരപ്രകാരമുള്ള കുറേ സംഭവങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ ഓരോരുത്തർ വന്നിങ്ങനെ നമസ്കരിക്കുന്നതും പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക മെഴുകുതിരി ചന്ദനത്തിരി അങ്ങനത്തെ കത്തിക്കലും അവരെ പ്രാർത്ഥിക്കലും അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടേതായ കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഈ ടെമ്പിളിൻ്റെ ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗം കടലാണ്. അത് നമ്മുടെ നാട്ടിലെ പോലെ ഉരമ്പി അടിക്കുന്ന കടലല്ല, നല്ല ശാന്തമായിട്ടുള്ള കടലിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടാ. ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളത് വിയറ്റ്നാമിലെ ഫേമസ് ഈ പാർക്കിന്റെ പേരെന്തുവാ? വിയറ്റ്നാമിലെ നിള പാർക്ക്. വിയറ്റ്നാമിലെ നിള പാർക്കിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല രീതിക്കുള്ള വെയിലുണ്ടായതുകൊണ്ട് തന്നെ കണ്ണട വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അത് ഊരിട്ടില്ല. മുഖമൊക്കെ കണ്ടില്ല, ആകെ കരിവാളിച്ച് പണിയായിട്ടുണ്ട്. എന്തായാലും സെൻട്രൽ വിയറ്റ്നാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ മാസത്തിൽ സെൻട്രൽ വിയറ്റ്നാം കവർ ചെയ്യുന്നവരാണെങ്കിൽ സൺസ്ക്രീന്, തൊപ്പി, അതുപോലെ എന്താ പറയുക കണ്ണട അതൊക്കെ കയ്യിൽ കരുതേണ്ടത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നോർത്തിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല വെയിലാണ്. വിയറ്റ്നാമിൽ 3 സ്ഥലത്ത് 3 രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. നോർത്തിൽ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ നോർത്ത് ഈ ടൈമിൽ കവർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. കാരണം നോർത്ത് ആകുമ്പോൾ അവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടും. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നാളെ ഒരു ബോട്ട് അപകടമൊക്കെ ഉണ്ടായല്ലോ, അത് നോർത്ത് ഹനോയ് അവിടെ ആ ഭാഗത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള പാർക്കുകളും ഇവിടുത്തെ കുറേ ആചാരങ്ങളെ കുറിച്ചിട്ടും ഇവിടുത്തെ ടെമ്പിൾസിനെ കുറിച്ചിട്ടും ഒക്കെ ഗൈഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ ആ ഒരു വിശദീകരണം കാര്യങ്ങളൊന്നും ഇതിലെടുത്തില്ല. നമ്മളെ യാത്രാ വിശദീകരണങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഡേയിൽ ഷെയർ ചെയ്യേണ്ടത്. അടുത്ത ഡേയ്സ് മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഞാൻ അന്ന് ഗൈഡ് പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വല്ലാണ്ട് ശ്രദ്ധിക്കാൻ പോലില്ല. ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ ഒരു വലിയ റെഡി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വന്നതിന് ശേഷം ശ്രദ്ധിച്ചൊരു കാര്യം എന്താണ്, എത്ര പ്രായമായവരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രൗഡ് തോന്നുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് കൊട്ടൻ ചുക്കാതി തൈലിട്ടിട്ട് എവിടെയെങ്കിലും ഒരു മൂലക്ക് മുറുക്കാനും ചവച്ചിരിക്കണ ഈ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ എത്ര പ്രായമായ ഒരു സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡ്രാഗൺ ബ്രിഡ്ജാണ് കേട്ടോ. ഇതിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ അടുത്തതായിട്ട് ഗൈഡ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവിടെ നല്ല ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഗൈഡ് തന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ മൂപ്പർ തന്നെ ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളതായ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീർത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോസും റീൽസൊക്കെ ആളെന്നെ എടുത്ത് തന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൈഡ് തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആദ്യത്തെ ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വരുന്ന ദിവസങ്ങളിലെ ഞങ്ങളുടെ എക്സ്പീരിയൻസുകളും ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഷെയർ ചെയ്യണമായിരിക്കും കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇതിവിടെ ഈ ഒരു ഫുട്പാത്തിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക നമ്മൾ എന്താണ് ലവ് ലോക്ക് എന്ന് പറയും, ലവ് ലോക്ക്. അപ്പോൾ അതായത് നമ്മൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വെച്ചാൽ ഇതുപോലെ അവരുടെ പേര് എഴുതിയിട്ട് ഇവിടെ ഈ ലവിൻ്റെ ഒരു ലോക്ക് വാങ്ങിയിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ബന്ധം നല്ല ദൃഢമായിരിക്കും എന്നാണ് ഇത്രയുടെ വിശ്വാസം എന്നൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾക്ക് പിന്നെ ജീവിതകാലം മൊത്തം നിങ്ങളെന്താവും ലോക്കാവും. അന്ന അങ്ങനെ ഒന്ന് ലോക്കാക്കാം. Division behind this block, lovers, that goes couples. The couple. It's just a couple. Means even though they are boyfriend girlfriend. Yeah. They will come and make a
Actually, no. You buy from over there, and I will help you to carrying the name on it. Business. Yeah, you just need to write your name, and they have a do for you. Yeah. Too. Yeah, yeah. ഒരു രസം Okay, then, but the കുഞ്ഞു ബുദ്ധ എൻ്റെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. അതിലൊക്കെ നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പലവിധ സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എല്ലാത്തിനും നമ്മുടെ നാട്ടിലെ ക്യാഷ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ പോയിട്ട് ഷോപ്പിംഗ് നടത്തും പോലെ അതിന് അവിടുത്തെ അത്ര ആവുണ്ടോ എന്നുള്ള ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൂല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതും കൂടി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡോട് കൂടി ഞങ്ങളിപ്പോൾ നടക്കുന്നത് കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ ഇവിടെ ലവ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റാർബക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്. നമുക്കിതിൽ കയറിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിലും കുടിക്കണമെങ്കിലൊക്കെ ചെയ്യാറുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഗൈഡ് കുഞ്ഞാംസ് പറഞ്ഞത് പിന്നെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ പാക്കേജിലുള്ള ഡിന്നർ കഴിക്കാനുള്ള ടൈമാണ്. അവർക്ക് ഓരോന്നും ടൈം കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ, അതാണ് എന്നാണ് പറഞ്ഞത്. ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു ബുദ്ധിച്ചിയെ കണ്ടു. ബുദ്ധിയുള്ള അച്ഛനെ വെള്ളി നില നാം ക്ഷീണിച്ചു. ഞങ്ങൾ നല്ല ക്ഷീണിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സിറ്റി ടൂർ കവർ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഡിന്നർ, അവരെ പാക്കേജിലുള്ള ഡിന്നർ കഴിക്കാൻ പോയിട്ട്, ഡിന്നറിലുള്ള ടൈമൊന്നും ആയിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഡിന്നർ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ നേരത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നാലോ. ഡിന്നർ ആയാലും നല്ല സപ്പറായാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിട്ട് ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മതി വേണ്ടി ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളായിരുന്നു. നല്ല റെസ്റ്റോറൻറ്റിൽ തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഫുഡും കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ പാക്കേജിലുള്ള ഫുഡിന് പുറമെ ഞങ്ങൾ വീണ്ടും ഒരു ഗീ റൈസും കൂടി വാങ്ങി കഴിച്ചു എന്നുള്ളതാണ്. കാരണം വിശപ്പ് അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലാക്കാനാണ് ഗൈഡിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങുകയാണ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും കൂടി ഇല്ലാത്തതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയിക്കൊള്ളുന്നത്. കാരണം ബീച്ചും ഹോട്ടലും തമ്മിൽ നമുക്ക് നടക്കാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ടാണ്. അങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിരുന്നുണ്ടെങ്കിൽ ഒരുപാട് മദാമ്മമാരും മദാപ്പന്മാർ സായിപ്പന്മാരൊക്കെ കണ്ട് ഇങ്ങനെ കൺകുളിർക്കേ ഇരിക്കാം. പിന്നെ നല്ല ശാന്തമായിട്ടുള്ള ബീച്ചും നല്ല അടിപൊളി കാറ്റും, ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും അവരുടെ ഡ്രസ്സിങ്ങും ഡ്രസ്സില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പലവിധ കോലങ്ങൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റൂട്ടോ. ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ സായിപ്പിനെയും മദാമിനെയൊക്കെ കണ്ടപ്പോൾ ജീൻസും പിന്നെ ടോപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങുന്നത് നമ്മൾ നാട്ടുകാരെ പറയിപ്പിക്കണ പോലെ ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. കുറച്ച് ടൈം അവിടേക്ക് ഇരുന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ രാത്രിക്കത്തെ ഫുഡും കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നേരെ ഹോട്ടലിൽ പോയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ വിയറ്റ്നാമിലെ സെക്കൻഡ് ഡേ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അസ്സലാമ.